സാലി വന്നത്? ഗോപി. എപ്പോഴാണ് യാത്ര? 5 മണിക്കുള്ള വണ്ടിക്ക് തന്നെ പുറപ്പെടണം. അമ്മ കാത്തിരിക്കും. ഗീതയ്ക്ക് പുറപ്പെടാൻ താമസമൊന്നുമില്ലല്ലോ. നിങ്ങളെയൊക്കെ വിട്ടുപിരിയാൻ അവൾക്ക് വിഷമം കാണും ഇല്ലേ? ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, സാരമില്ല. ഞാൻ അവളുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്യട്ടെ. എല്ലാം നല്ലതിനാണ് ഗീതേ. വീട്ടിലെ അന്തരീക്ഷവുമായി ചേരുമ്പോ നീ എല്ലാം മറക്കും. എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല സാലി. ഞാനെല്ലാം ഗോപിയേട്ടനോട് പറയട്ടെ? അരുത്, മടയത്തരമൊന്നും കാണിക്കരുത്. രാജു ഇളയമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. കാത്തിരിക്കട്ടെ. നിന്നെ കാണേണ്ടവർ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ വരും. നീ എന്തിനാ പോകുന്നത്? കരയരുത്, കരയാതിരിക്കൂ. എന്താ, മറ്റാരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നു? ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്കിന്ന് കുറച്ച് സമയം കിട്ടിയേ തീരും. പക്ഷെ ഇന്ന് എന്തിനായി ഒളിച്ചോട്ടം? മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയാത്തതിന് മറ്റൊരു പേരുണ്ട്, വീരത്വം. ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആലോചിക്കാതെയാണോ അന്ന് അച്ഛനോടും അമ്മയോടും കൈകെട്ടിയെന്ന് സമ്മതിച്ചത്? എനിക്കറിയാം. സേഫിന്റെ താക്കോൽ കൈ കിട്ടാനുള്ള തൽക്കാലത്തെ തൃപ്തിപ്പെടുത്തലായിരുന്നു അത്. യു ആർ എ ഡേഞ്ചറസ് മാൻ. ദേഷ്യം വരുന്നുണ്ടല്ലേ? എന്തായാലും എനിക്കിന്ന് വ്യക്തമായ മറുപടി കിട്ടണം. ആലോചിച്ചു പറഞ്ഞാ മതി. ഇത്രയും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴെന്താ ആലോചിച്ചത്? ഒന്നുമില്ല. പരീക്ഷ എങ്ങനെയിരുന്നു? എഴുതിയിട്ടുണ്ട്. ക്ലാസ് കിട്ടുമോ? ചിലപ്പോ. കിട്ടും, ഒലക്ക കിട്ടും. ഉമ്മർത്ത് ചാരിയാസരം മലനിൽക്കുന്ന മൂപ്പിലാണുണ്ടല്ലോ നിന്റെ തന്ത, അങ്ങേരായിരിക്കണം പേപ്പർ നോക്കുന്നത്. ബുദ്ധു. ഇത്തവണ ഞാനും അമ്മാനും വാശിക്കായിരുന്നു കൃഷി. കാവിപ്പാട് മുഴുവൻ എനിക്ക് വിട്ടു തന്നു. മൂപ്പിലാനുള്ള വളം മുഴുവൻ വാരിക്കൊരിയിട്ടു. ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വിളവെടുത്തപ്പോ 5 മീന് കൂടുതൽ എനിക്ക്. അമ്മാവന് സന്തോഷം സഹിക്കാൻ വയ്യ. അന്ന് രാത്രി ജോത്സ്യനെ വിളിച്ച് കല്യാണത്തിന് തീയതി കുറിച്ചു. എന്താ ഇത്ര വലിയ ചിന്ത? എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? എനിക്കൊരിടം വരെ പോകണം. എവിടെ? ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാ. പോകും മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞതാ. നോക്കിയിരിക്കും. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഞാൻ കൂടെ വരണോ? വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നീ പൊക്കോ, ഞാൻ ഈ ഹോട്ടലിൽ തന്നെ മുറിയെടുക്കാം. ഒന്ന് വിശ്രമിക്കാമല്ലോ. നീ നിർത്തിയോ? മതി. വെറുതെ വേസ്റ്റ് ആക്കി. അല്ല, നീ പുറപ്പെട്ടോ? ആഹാരം കഴിക്കുമ്പോ പോകാൻ പാടില്ലെന്നാ. അല്ലെങ്കിൽ നീ പൊക്കോ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വിസ്തരിച്ച് വരുമ്പോ 1/2 മണിക്കൂർ കഴിയും. 5 മണിക്കാണ് വണ്ടി. ഞാൻ വേഗം വരാം.
എളയമ്മ ഇവിടെ? ഇതുവരെ നിന്നെ കാത്ത് ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അമ്പലത്തിലോട്ട് പോയത്. ഉടനെത്തും. നീ ഇരിക്കുക. കുഞ്ഞൊരു കാര്യം ചെയ്യ. ഇതൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വരാം. ആരായിരുന്നു? ഒരു ഫ്രണ്ട്. ആണോ പെണ്ണോ? ഒരു പരിശോധന വേണ്ടി വരും. പോയോ? ഇല്ല, ഞാൻ ഉടൻ പുറത്തേക്ക് പോകണം. ഇന്നും പിടിതരാതെ രക്ഷപ്പെടാമെന്നാണ് അല്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് എന്നെ മനസ്സിലായില്ലേ? പോട്ടെ. ഞാനും ഇറങ്ങുന്നു. ഇളയമ്മ വരുമ്പോ ഫോൺ ചെയ്യാൻ പറയുമോ? പറയാം. പോട്ടെ. എനിക്കറിയാവുന്ന മര്യാദയിൽ ഞാൻ യാചിക്കുന്നു. ഞാൻ പുരുഷനാണ്. ദൈവമേ, എനിക്ക് വയ്യ. വീട്ട് വകണ്ടെന്ന് വെച്ചാ ഇപ്പോഴത്തെ കാലത്ത്
പെൺകുട്ടികളെ പഠിപ്പിക്കാൻ കാശ് കളയണത് വിദ്യത്താ. സംബന്ധത്തിന് വരണമെങ്കിൽ ഇപ്പൊ എന്താ വേണ്ടേ? വിദ്യാഭ്യാസം ഒന്നുമല്ല, സ്വത്തും പണ്ടും അത്ര തന്നെ. എന്റെ മൂത്ത മോള് LLB പറഞ്ഞിട്ട് എന്താപ്പോ? ഭർത്താവിന്റെ വീട്ടിലാ വക്കീൽ ഉദ്യോഗം. ഒരു സിഗരറ്റ് തരുമോ? ശീലുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ വലിക്കണ കണ്ടപ്പോ അത്രേ ഉള്ളൂ. ഇവിടെ പാരാ അനിത്യ? ഏതാ ക്ലാസ്? BSc. ഓ, ഹർസിനേക്കാൾ ഒരു ക്ലാസ് മുകളിലാ. എവിടെയാ നാട്? കുറച്ചകലെയാ. അല്ല പോകായോ?